വയോജന ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. പഞ്ചായത്തുകൾക്ക് ലഭ്യമാകുന്ന ഭൂമിയിൽ വയോജന പാർക്കുകൾ നിർമ്മിക്കാൻ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുക. പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആരെങ്കിലും സ്പോൺസർമാരെ കണ്ടെത്തി അത് ചെയ്യാവുന്നതാണ്. അതിന് വലിയ ചെലവൊന്നും വരുന്ന കാര്യമല്ല എന്നും കൂടി അറിയിക്കുകയാണ്. അതുപോലെ പകൽ വീടുകൾ അടഞ്ഞു കിടക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിനെ പ്രവർത്തിക്കാനുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കൂട്ടായി തരണം ചെയ്യാനുള്ള ആലോചനകൾ അടിയന്തരമായി നടത്തി നിങ്ങളുടെ കാലാവധി പൂർത്തീകരിക്കും മുമ്പ് തന്നെ ആ പകൽ വീടുകളെ പ്രവർത്തനക്ഷമമാക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. ഇപ്പോൾ ഈ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം സാമൂഹ്യമായ പിന്തുണാ സംവിധാനങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് സമ്പൂർണമായും ഏറ്റെടുക്കുന്നതിൻ്റെ ഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയിലാണ് ഇപ്പോൾ ഈ ഡൊമിസിലിയറി കെയർ, ശയ്യാവലംബികളായിട്ടുള്ള എല്ലാവർക്കും പാലിയേറ്റീവ് കെയർ എത്തിക്കണം എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അല്ലെങ്കിൽ പോലും അടുത്ത ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സമ്പൂർണമായും വയോജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യുന്ന നിലയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മുതിർന്ന പൗരന്മാരോടുള്ള ബഹുമാനവും ആദരവുമൊക്കെ കൊടുക്കേണ്ടതാണ് എന്നുള്ള ഒരു ബോധ്യവും അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള